പൊന്നു ഡിജോ യു ഹാവ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻ. ഇന്നലെ ഞാൻ പോയി പള്ളിച്ചട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു ഡിജോ യു ഹാവ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻ. അതിന് മുന്നേറ്റ് പടത്തിനെ പറ്റി രണ്ടുമൊക്കെ സംസാരിക്കാം. പടത്തിൽ അതായത് ഒരു ആവറേജ് പടം, സ്ക്രിപ്റ്റ് ബിലോ ആവറേജ് ആയിരുന്നു. അതിനകത്ത് ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് BGMs ഉണ്ടായിരുന്നു. BGM, പാട്ട് അതൊക്കെ ഓക്കെ ആയിരുന്നു. ജെക്സ് ബിജോയുടെ സൈഡ് ക്ലിയർ ആണ്. ആക്ഷനൊക്കെ നമ്മുടെ ഓൾഡ് സ്റ്റൈൽ ആക്ഷൻസ് തന്നെ ആയിരുന്നെങ്കിലും അതിനകത്ത് എഡിറ്റിങ്ങിലൊക്കെ കുറച്ച് വെറൈറ്റി കൊണ്ടുവന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് തിയേറ്ററിൽ കാണുന്ന രസമുണ്ടായിരുന്നു, എഡിറ്റിംഗ്, ഫൈറ്റ് സീക്വൻസ് ഒക്കെ. അതേപോലെ തന്നെ ഖൈദു ലോഹറിനെ അതിനകത്ത് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ചെറിയൊരു റോളിന് വേണ്ടിയിട്ട്. മാത്രമല്ല പുള്ളിക്കാരുടെ ലിപ്പ് മൂവ്മെൻറ്റ്സ് ഒന്നും കറക്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ബോറായിരുന്നു അത്. പിന്നെ ടൊവിനായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി മാത്രമായിരുന്നു കുറച്ച് അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ടൊവിനോ ആസ് യൂഷ്വൽ അടിപൊളിയായിരുന്നു. അതിനകത്ത് ഒരു ക്യാമിയോ വരുന്നുണ്ട്. ക്യാമിയോ വരുന്ന പാർട്ടുകളെല്ലാം സിനിമ കുറച്ച് എലവേറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ക്യാമിയോനെയും ഒരു കംപ്ലീറ്റ് അല്ലാത്ത രീതിയിൽ കൊണ്ട് നിർത്തിയതുകൊണ്ട് അതും ഡൗൺ ആയിട്ടുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ കുഴപ്പമാണ്. എനിക്കറിയേണ്ട ഒരു കാര്യമാണ്, ഈ പടത്തിന് സെക്കൻഡ് പാർട്ട് ഉണ്ടോ? കാരണം ഇതിൻ്റെ അവസാനത്തേക്ക് വരുന്ന സമയത്ത് ഇതിപ്പോൾ നടക്കുന്ന കഥയാണോ അതിന് അടുത്ത പാർട്ടിന് വേണ്ടിയിട്ടുള്ള കഥയാണോ എന്നുള്ള അത് പോസ്റ്റ് ക്രെഡിറ്റ് സീനാണോ ആക്ച്വലി? എന്താ സംഭവം? കാരണം ജനഗണമനയ്ക്കകത്ത് ഇതേപോലെ കുറച്ച് റാൻഡം ക്ലിപ്സ് കാണിച്ച് വെച്ചിട്ട് ഏകദേശം 2-3 വർഷം എന്തോ ആയിട്ടുണ്ട്, ഒരു അറിവുമില്ല. ഇതിനകത്തും അവസാനം അതേപോലെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ടൊവിയും അതേപോലെ പൃഥ്വിരാജിനെയും കൊണ്ടുവന്നിട്ട് ഇതെങ്ങനെ നിർത്തണമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ കൊണ്ട് നിർത്തിയതാണോ എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ കിട്ടാറുണ്ട്. കാരണം അവസാനം തോക്കെടുത്ത് വെച്ചിട്ട് വാട തുടങ്ങാമെന്ന് പറയുന്ന സീനിനകത്ത് പടം തീരുന്നത് അത് മാത്രമല്ല, ഒരുപാട് സീൻസിനകത്ത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇനി ഒരുപാട് സ്റ്റോറികൾ, പലരുടെയും സ്റ്റോറികൾ. ഈ സ്ഥിതികത അങ്ങോട്ട് പോയി, എന്താ സംഭവിച്ചത്? ഒന്ന് ക്ലാരിറ്റി ആയിട്ട് എന്തെങ്കിലും പറഞ്ഞുതരാമോ?